യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 37-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് ആ ദൈവം എൻ്റെ ഓരോ നിമിഷങ്ങളെയും പരിപാലിക്കുകയും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുകയും ചെയ്യുന്നതെന്തും അനുഗ്രഹമായി മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ സുരക്ഷിതനായി നിങ്ങൾക്ക് കഴിയുവാൻ സാധിക്കും. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. താൻ സൃഷ്ടിച്ച എല്ലാ ജീവികളും തന്നോടൊപ്പം വസിക്കുകയും തൻ്റെ സംരക്ഷണയിലായിരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഹിതമായിട്ടുള്ളത്. നമ്മുടെ എല്ലാ തിരക്കുകളും എല്ലാ ആകുലതകളും മാറ്റിവെച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ഓരോ നിമിഷവും ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞ് മുന്നോട്ട് നയിക്കുന്നതാകട്ടെ. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭവനവും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലുള്ള 830 കോടി മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിക്കൊടുക്കുവാൻ വേണ്ടി, അവർ സുരക്ഷിതരായി ഭൂമിയിലായിരിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ നമ്മുടെ ഇടയിൽ നിന്നും വസിച്ചു നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.